കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ സൂക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിന് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരിക്കൽ കൂടി കർത്താവാണ് സാപത്തിൻ്റെയും കർത്താവ് എന്ന് തെളിയിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ സാപത്തിൽ വീണ്ടും അവൻ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതകൃത്യങ്ങൾ ചെയ്യുമോ എന്നറിയുവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഫരിസേയരെയാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുക. എന്നാൽ ദൈവം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? താൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യസമയത്ത് നടത്തുവാൻ ദൈവത്തിന് യാതൊരു മടിയുമില്ല എന്ന് നാം തിരിച്ചറിയുക. അവൻ്റെ മനസ്സിൽ എന്താണോ അവൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് അത് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ അവൻ ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ഫലദായകമാകണമെങ്കിൽ നാം ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ആവശ്യമാണ്. ഇവിടെ അവരായിരിക്കുന്ന ആ അന്തരീക്ഷത്തിലേക്കൊന്ന് നോക്കുക. തീർച്ചയായും ഈ കൈസൂക്ഷിച്ച വ്യക്തിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഫരിസേയർ കടന്നു വന്നിരിക്കുന്നത് യേശു എന്തെങ്കിലും തരത്തിൽ സാപത്ത് ലംഘിക്കും എന്ന് അറിയുവാൻ വേണ്ടിയാണ്. ഏത് രീതിയിലാണ് അവൻ സാപത്ത് ലംഘിക്കാൻ പോകുന്നത്? അവനെതിരെ കുറ്റം ആരോപിക്കുവാൻ, കുറ്റം കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഇവിടെ ഫരിസേയർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഈ ഒരു അത്ഭുതകൃത്യം യേശു പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഈ കൈ സൂക്ഷിച്ച വ്യക്തിയും തൻ്റെ കൂടെ ഇരിക്കുന്ന ഫരിസേയർ യേശുവിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് യേശു അവനെ മുമ്പോട്ട് വിളിക്കുന്നത്. അവനെ മുമ്പോട്ട് വിളിക്കുമ്പോൾ അവനെടുക്കുന്ന ഉറച്ച ഒരു തീരുമാനമുണ്ട്. ഇവിടെ യേശുനാഥൻ തന്നെ മുമ്പോട്ട് കടന്നു വരുവാൻ പറയുമ്പോൾ, ഞാൻ അവനെ അനുസരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന യഹൂദ പ്രമാണികൾക്ക് ഞാനൊരു നോട്ടപ്പുള്ളിയായി മാറാം. എൻ്റെ ചുറ്റുമുള്ള ഫരിസേയർ എപ്പോഴും എനിക്കെതിരെ പ്രവർത്തിക്കാം. അങ്ങനെ ഒത്തിരിയേറെ പിരിമുറുക്കം നിറഞ്ഞ ഒരവസരത്തിൽ യേശുവിന് എന്നെ സുഖമാക്കാൻ സാധിക്കും എന്ന ഒരു വിശ്വാസം ആ കൈ സൂക്ഷിച്ച വ്യക്തിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അവനൊരിക്കലും എഴുന്നേറ്റ് വരുമായിരുന്നില്ല. കാരണം അതിന് തടസ്സം നിൽക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ആ പിരിമുറുക്കത്തിൻ്റെ സാഹചര്യമെല്ലാം തരണം ചെയ്തുകൊണ്ട് അവൻ യേശു വിളിച്ചപ്പോൾ എഴുന്നേറ്റ് അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് അവന് യേശുവിലുള്ള ഉറച്ച വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പല രീതിയിലും അവൻ ആ കൈ നിവർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തിക്ക് തീർച്ചയായും എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന വിശ്വാസം അവന് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ അവിടെ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്. പ്രിയമുള്ളവരെ, അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം?
ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൽ യാതൊരു കുഴപ്പവുമുള്ള ഒരു ചോദ്യമല്ല. പക്ഷേ അതിന് പോലും ഉത്തരം പറയാൻ മടി കാണിക്കുന്ന അവൻ്റെ ഹൃദയകാഠിന്യം, അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഇവിടെ സുഖം പ്രാപിക്കാൻ പോകുന്നത് തങ്ങളിൽപ്പെട്ട ഒരു സഹോദരനാണ്, നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനാണ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ കൈ സൂക്ഷിച്ച കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവന് ലഭിക്കാൻ പോകുന്ന ആ സൗഖ്യം എല്ലാവർക്കും സന്തോഷം പകരേണ്ട ഒന്നാണ്. പക്ഷേ അവൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം അതിന് ഒരു ഉത്തരം പറയാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം, യേശു എന്തെങ്കിലും തരത്തിൽ സാബത്ത് ലംഘിക്കുന്നുണ്ടോ, യേശുവിൽ എങ്ങനെ നമുക്ക് കുറ്റം ആരോപിക്കാൻ സാധിക്കും, അതാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും തങ്ങൾക്കറിയേണ്ട. നീ എങ്ങനെ ഈ സാബത്ത് ലംഘിക്കാൻ പോകുന്നു, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു മനോഭാവമാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഹൃദയകാഠിന്യം കണ്ട് അവരോട് ക്രോധത്തോടെ നോക്കുന്ന യേശു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അവന് തീർച്ചയായും ഒത്തിരിയേറെ ദേഷ്യം തോന്നിയിരിക്കണം. എങ്ങനെയാണ് ഈ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നത്? തങ്ങളിലുള്ള ഒരുവന് ഒരു നന്മ വരുന്നത് കാണാൻ പറ്റാത്ത വ്യക്തികളാണോ കൂടെയുള്ളത്? മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയുള്ളവരാണോ നമ്മുടെ കൂടെയുള്ളത്? നമ്മോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇവിടെ ചുറ്റുകൂടിയ ഫരിസേയരും യഹൂദ പ്രമാണികളും എല്ലാം മിണ്ടാതിരിക്കുമ്പോൾ അതേ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുക. ഇവിടെ ഈ കൈ സൂക്ഷിച്ച വ്യക്തി കാണിച്ച ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടമാക്കേണ്ടതുണ്ട്. അവിടെയും നമുക്ക് തടയിടാനായി ഇതുപോലെ ഈ ഫരിസേയരെ പോലെയും യഹൂദ പ്രമാണികളെ പോലെയും നമ്മുടെ ചുറ്റും ഇരുന്നു കൊണ്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ശക്തികളുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ധീരതയോടെ യേശുവിനെ സമീപിക്കുവാൻ തയ്യാറായാൽ മാത്രമാണ്, പ്രിയമുള്ളവരെ, യേശുവിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏത് പിരിമുറുക്കത്തിൻ്റെ സാഹചര്യത്തിലും യേശുവിനെ സമീപിച്ചാൽ അവന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ എന്നെ എതിർക്കുന്നവരാണ്, എന്നെ യാതൊരു തരത്തിലും വളരുവാൻ സമ്മതിക്കുന്നവരല്ല എന്ന് തിരിച്ചറിയുമ്പോഴും ആ പിരിമുറുക്കത്തിൻ്റെ ഇടയിലൂടെ നടന്ന് യേശുവിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി വിശ്വാസം വയ്ക്കുവാനും ശരണം പ്രാപിക്കുവാനും നമ്മൾ തയ്യാറായാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കാം, ചീത്ത തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നീ നല്ലത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിന്റെ കൂടെ നിൽക്കും. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവർ എന്ത് വിചാരിച്ചാലും ദൈവത്തെ ലക്ഷ്യമാക്കി പോകുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ആ ഹിതത്തോട് ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കും. അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസം വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിലുള്ള വിശ്വാസം കൈവിടാതെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.